മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിലെ ഭരണം നഷ്ടപ്പെട്ടതിൽ കൂറുമാറി വനിതാ അംഗത്തിന്റെ ഭർത്താവിന്റെ കട CPIM പ്രവർത്തകർ അടിച്ചു തകർത്തെന്നു പരാതി. സുധീറിനെ CPIM നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ കോളുകൾ രാവിലെ പുറത്തുവന്നിരുന്നു. ജീവിക്കാൻ അനുവദിക്കില്ല എന്ന CPIM നേതാക്കളുടെ ഭീഷണി ശരിയാണെന്ന് തെളിഞ്ഞതായി സുധീർ പുന്നപ്പാല 24-നോട് പറഞ്ഞു. ഓൺലൈൻ ഷോപ്പ് ഉണ്ട് പഞ്ചായത്തിന് സമീപത്ത്. അപ്പൊ അവിടെ രണ്ട് സ്ത്രീകളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. 2 ബ്രാഞ്ച് സെക്രട്ടറിമാരും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും അവരുടെ ഭർത്താവും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള മണലിലുള്ള വാർഡ് മെമ്പർ കശ്ശേരി എന്ന് പറഞ്ഞ ആള്, ഇവരെല്ലാരും പാടെ വന്നിട്ട് ബലമായിട്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സ്ത്രീകളെ തെറി പറഞ്ഞ് ആക്ഷേപിച്ച് വലിച്ച് പുറത്തേക്കിടാണ് ഉണ്ടായത്. ഇപ്പോ ഏരിയ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നടപ്പിലായിക്കാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കണം. പരാതി കൊടുത്തു. ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGP കൊടുത്തിട്ടുണ്ട്. സ്ഥലം SIക്കും കൊടുത്തിട്ടുണ്ട് പരാതി. വിശദാംശങ്ങളുമായി ഇപ്പോൾ വിപിൻ C വിജയൻ ചേരുന്നുണ്ട് മലപ്പുറത്ത്. വിപിൻ, നേരത്തെ ഭീഷണി ഫോൺ കോളുകൾ പുറത്തു വന്നതാണ്. ഇപ്പോൾ ഈ കട അടിച്ചു തകർത്തതും CPM പ്രവർത്തകർ എന്നാണോ? അതെ, ചുങ്കത്തറ പഞ്ചായത്തിന് തൊട്ടടുത്തുള്ള ഒരു ഓൺലൈൻ സേവന കടയാണ് അടിച്ചു തകർത്തു എന്നുള്ള ഒരു പരാതി ഇപ്പോൾ സുധീർ പുന്നപ്പാല പറയുന്നത്. കടയിലേക്ക് ഒരു ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടുള്ള ബ്രാഞ്ച് സെക്രട്ടറിയുടെയൊക്കെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള പ്രവർത്തകർ കട അടിച്ചു തകർക്കുകയും അവിടെ ഉണ്ടായിരുന്ന 2 സ്ത്രീ ജീവനക്കാർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതുമാണ് ഈ പരാതിയിൽ പറയുന്നത്. SP-ക്കും അതുപോലെ തന്നെ നിലമ്പൂർ SIക്കും ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്നത്. ഇന്ന് രാവിലെ CPM നേതാക്കൾ സുധീറിനെ വിളിച്ചിട്ടുള്ള ഭീഷണി ഫോൺ കോളുകളുടെ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. CPMനെ ഈ അവിശ്വാസ പ്രമേയത്തിൽ പുറകിൽ നിന്നാണ് കുത്തിയത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. ഒരു ദയാദാക്ഷിണ്യവും സുധീറിനോടോ കുടുംബത്തോടോ ഉണ്ടാകില്ല എന്നുള്ളത് എടക്കര CPMന്റെ ഏരിയ സെക്രട്ടറിയുടെ ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു. ഒപ്പം തന്നെ CITUവിന്റെ ഏരിയ സെക്രട്ടറിയും ഭീഷണിപ്പെടുത്തുന്ന ഫോൺ കോളുകൾ പുറത്തു വന്നിരുന്നു. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ 2:30 തന്റെ കട അടിച്ചു തകർത്തു എന്നുള്ള പരാതി കൂടി സുധീറിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. സുധീർ പുന്നപ്പാല അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവാണ്. ഒപ്പം തന്നെ ഇവരുടെ ഭാര്യയായിട്ടുള്ള നുസൈബയായിരുന്നു ചുങ്കത്തറ പഞ്ചായത്തിലെ CPMന്റെ അംഗം. ഈ അവിശ്വാസ പ്രമേയത്തിൽ അതുവരെ കൂടെ നിന്ന് അവിശ്വാസ പ്രമേയത്തിൽ UDFനൊപ്പം നിന്നു എന്നുള്ളതാണ് CPMനെ ചൊടിപ്പിച്ച ഒരു ഘടകം എന്നുള്ളതാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭീഷണിയൊക്കെ തുടരുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കട അടിച്ചു തകർത്തു എന്നുള്ള ഒരു പരാതി സുധീറിന്റെ ഭാഗത്ത് നിന്ന് ഉയർക്കുകയും അതിൽ പരാതി കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി വിപിൻ C വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.